ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. മോർണിംഗിലാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം നെറ്റാണെങ്കിലും പവറാണെങ്കിലും ഒക്കെ വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ മഴയും കാറ്റും ഒക്കെ പ്രശ്നമല്ലേ. ന്യൂസ് കേട്ടിട്ട് ആകെപ്പാടെ വിറങ്ങലിച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. വയനാട്ടിൽ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലായിടത്തും ഇവിടെയാണെന്നുണ്ടെങ്കിലും മഴ അങ്ങോട്ട് തോർന്നിട്ടില്ല. നല്ല കാറ്റും നല്ല മഴയൊക്കെയാണ്. അപ്പം പുറത്തിരുന്ന് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല. മൊത്തത്തിൽ ഇങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ടും ഇറിറ്റേഷനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കണു. ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നും അധികം അങ്ങനെയൊന്നും പുറത്തേക്കൊന്നും പോവാതെ മാക്സിമം പുറത്തേക്ക് ജോലിക്കാർക്ക് പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്നാലും ഇങ്ങനെ ആഘോഷങ്ങൾക്കോ അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയുള്ള ടൂർ പാക്കേജുകളും ഒക്കെ ആയിട്ടൊക്കെ പുറത്തേക്കൊന്നും അധികം പോവാതിരിക്കുകയായിരിക്കും സേഫായിട്ടിരിക്കാൻ ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താ? എൻ്റെ ദൈവമേ, എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും വരുത്തില്ലേ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നങ്ങോട്ട് മാറ്റി തരണമേ, കഷ്ടപ്പാടുകളിൽ നിന്നും എന്നെ ഒന്നങ്ങ് രക്ഷിക്കണമേ, ഒരു വേദനയും ഇല്ലാത്ത ലോകത്തേക്ക് എന്നെ അങ്ങോട്ട് എടുക്കണമേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോവോ? ഒരിക്കലുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ, അതായത് ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഇടയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തന്നെയും അതിലെല്ലാം ഉപരി ആ ഒരു അവസ്ഥയിൽ പോലും സന്തോഷം കണ്ടെത്താൻ എനിക്ക് സാധിക്കണമേ, സന്തോഷകരമായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കണമേ. എന്ത് തന്നെ വേദനകൾ എനിക്ക് ഉണ്ടായാലും അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് എനിക്ക് നിവൃത്തിയാക്കി തരണമേ, സാധിച്ചു തരണമേ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഒരു പരിധി വരെ നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അപ്പം തന്നെ അങ്ങോട്ട് മാറിക്കോളും. കാരണം നമ്മളിതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ സേഫായിട്ട് കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ ലോകം അതാണ്. കാരണം ദുഃഖങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാവും, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാവും, രോഗങ്ങളുണ്ടാവും. ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇതൊന്നും ആയിരിക്കില്ല, ഫാമിലി പ്രശ്നങ്ങളായിരിക്കും. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഭർത്താവ്, ഇങ്ങനെ പ്രതീക്ഷിച്ച് ഒരിക്കലും കിട്ടാത്തൊരു ഭാര്യ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. അതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇവരെ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്ന് ചാടിയത്, നമുക്കത് തരണം ചെയ്യാനായിട്ടുള്ളൊരു ശേഷിയുണ്ട് എന്ന് നമ്മുടെ ദൈവത്തിന് തോന്നിയത് കൊണ്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പോലും എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കണം, എൻ്റെ മനസ്സിന് സമാധാനം കിട്ടണമേ, കുറച്ച് സന്തോഷത്തോടു കൂടി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണമേ ദൈവമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. കാരണം ഒരുപാട് പേരുടെ മെസ്സേജുകൾ എല്ലാവർക്കും ഈ കൂടുതലും ഫാമിലി പ്രശ്നങ്ങളാണ് കേട്ടോ. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമൊന്നും അങ്ങോട്ട് പരിഹരിക്കാൻ, പെട്ടെന്നൊന്നും പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലിതൊക്കെ തരണം ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു ശേഷിയാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്. അല്ലാതെ എന്നെ ഇതിൽ നിന്നെല്ലാം എടുത്ത് മാറ്റി അങ്ങോട്ട് കൊണ്ടുവയ്ക്കൂ, എനിക്ക് കുറച്ച് ഇങ്ങനെ മുകളിൽ നിന്നും കുറച്ച് സമ്പാദ്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കി തരൂ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ എനിക്ക് ഇച്ചിരി ഇങ്ങോട്ട് കൊണ്ടുതരൂ, അങ്ങനെയൊന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ തരണം ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ധൈര്യം, ഒരു മനഃശക്തി, ഒരു സമാധാനം ഒക്കെ എനിക്ക് തരണമേ, അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ എനിക്ക് സാധിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. അപ്പം നമുക്ക് മനസ്സമാധാനമെങ്കിലും കിട്ടും. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിമറിക്കാൻ പെട്ടെന്നൊന്നും പറ്റിയല്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ സമാധാനമല്ലേ ഏറ്റവും വലുത്. മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒന്നും നേടാൻ പറ്റിയല്ല. നമുക്ക് ചിലപ്പം ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പോയി എന്നിരിക്കട്ടെ, മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? അത് നമ്മൾ ആദ്യം ചിന്തിക്കുക. അങ്ങനെ വേണം നമ്മൾ നമ്മളുടെ സന്തോഷം കണ്ടെത്താനായിട്ട്. ചില കുടുംബങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഏതെല്ലാം രീതിയിലൊക്കെ അവരെ നേരെയാക്കാൻ ശ്രമിച്ചെന്നാലും ചിലർ വഴിതിരിഞ്ഞ് തന്നെ പോകത്തുള്ളൂ. അവരവരുടെ ആ ഒരു സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പം മദ്യപാനമായിരിക്കും, ചിലപ്പം മറ്റ് പല ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് ചെന്ന് ചാടിയതായിരിക്കും, തലതിരിഞ്ഞ സ്വഭാവങ്ങളുമായിട്ട് പോയവരായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഭാര്യയെ പരിഗണിക്കാത്തവർ, ഭർത്താവിനെ പരിഗണിക്കാത്തവർ, പല രീതിയിലുള്ളവരുണ്ട്. അപ്പം നമ്മൾ എത്രമാത്രം അവരെ പിടിച്ചു വലിച്ച് തിരിച്ചു കൊണ്ടുവന്നാലും ചിലർ തിരിഞ്ഞങ്ങോട്ട് തന്നെ പോകും. അപ്പം എന്താണ് ചെയ്യുക? നമ്മൾ അവരെ പോലെ ആവാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ അവരോട് എതിരിട്ട് നമ്മളങ്ങനെ നമ്മുടെ ജീവിതം അലച്ചു കൊട്ടിക്കളഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാനൊരു കഥ പറയട്ടെ. പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ
പല കാടുകളും മേടുകളും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് മുഖം കഴുകാൻ വേണ്ടി ഒരു കുളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് നോക്കി കഴിഞ്ഞപ്പം ഒരു തേള് ഈ വെള്ളത്തിൽ കിടന്നങ്ങോട്ട് ചാവാൻ വേണ്ടി കയ്യും കാലിട്ടടിക്കുന്നൊന്നും അറിയത്തില്ല, അതുപോലത്തെ മരണവെപ്രാളത്തിൽ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. സന്യാസിക്ക് അയവ് തോന്നി സന്യാസി എന്ത് ചെയ്തു, ആ തേളിനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്ത് കരയിലേക്ക് കൊണ്ടുപോവുകയാണ് വെക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും തേളിനൊരു സ്വഭാവമുണ്ട്, എടുത്ത ഉടനെ തന്നെ വാലിങ്ങനെ ടെക് ഒരു കുത്തു കൊടുക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് കൈ ഇങ്ങനെ വെട്ടിച്ച് അപ്പോൾ തേൾ വെള്ളത്തിലേക്ക് പോയി. വീണ്ടും ഈ തേൾ അവിടെ കിടന്ന് തല്ലിപ്പിടയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും സന്യാസി കോരിയെടുത്തു. ആ സമയത്തും ഈ കരയിലേക്ക് എത്തുന്നതിന് മുന്നേ തേൾ വീണ്ടും എന്ത് ചെയ്തു, ഒരു കുത്തു കൊടുക്കും. ഇങ്ങനെ 3-4 പ്രാവശ്യമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൂടെ വന്ന ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത്? അത് എത്രമാത്രം നമ്മൾ എടുത്ത് കരയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയാലും അത്രയും പ്രാവശ്യം ഈ തേള് നമ്മളെ കുത്തു തന്നെ ചെയ്യും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും വ്യഥ കഷ്ടപ്പെടുന്നത്? അപ്പം ആ സന്യാസി പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കുത്തുക എന്നുള്ളത് തേളിൻ്റെ സ്വഭാവമാണ്. ഞാനും അതുപോലെ ആവണ്ടല്ലോ. അവരവരുടെ സ്വഭാവം കാണിക്കുന്നു, ആ വസ്തു ആ തേള് അതിൻ്റെ സ്വഭാവം കാണിക്കുന്നു. ഞാൻ എൻ്റെ സ്വഭാവമല്ലേ ഞാൻ കാണിക്കേണ്ടത്, എൻ്റെ അലിവ്, എൻ്റെ ദീനാനുകമ്പ അതല്ലേ ഞാൻ കാണിക്കാൻ പോകുന്നു, അതല്ലേ ഞാൻ കാണിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പം ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. നമ്മുടെ പാർട്ട്ണർ അവരവരുടെ സ്വഭാവമാണ് കാണിക്കുന്നത്, നമ്മളും അവരോടൊപ്പം ശരിയല്ലോ വേണ്ടത്. ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് തീരെ പറ്റായികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ റിലാക്സ് ആയിട്ട് അതിൽ നിന്നും ഒഴിവായി പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ചകട കൂടാതെ മാക്സിമം നമ്മൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുക. അതല്ല നമ്മൾ മക്കളെയൊക്കെ ഓർത്ത് കോംപ്രമൈസ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ടാവും. അവരുടേതായ രീതിയിൽ അങ്ങോട്ട് പോയിക്കോട്ടെ, അവരവരുടെ സ്വഭാവം കാണിക്കുന്നു. നമ്മളുടേതായ സ്വഭാവത്തിൽ നിന്നുകൊണ്ട്, നമ്മുടേതായ ആ ഒരു സ്വത്തയിൽ നിന്നുകൊണ്ട്, അതായത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പല പ്രശ്നങ്ങളായിട്ട് കേട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിൽ കിടന്ന് ഭയങ്കര ചകട അവസാനം കുട്ടികൾക്ക് അതൊരു പ്രശ്നമാകുന്നു, സ്കൂളിൽ നിന്ന് വിളിപ്പിക്കണു, അവർക്ക് ഒരു മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥ, അവരുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് ചേഞ്ചുകൾ വരണു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത്. അതായത് ചിലപ്പം കള്ളുകൂടിയനായിട്ടുള്ള ഭർത്താവായിരിക്കാം, പരസ്ത്രീ ബന്ധമുള്ളവരായിരിക്കാം, ഈ ഫോണിലും മറ്റൊക്കെ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെയുള്ളതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നാൾ ഞാൻ പറഞ്ഞതുപോലെ ചൂതുകളി അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടി ആ ഒരു രീതിയിൽ സാമ്പത്തികമായ ബാധ്യതകളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഇവരൊന്നും നമ്മൾ പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് പെട്ടെന്ന് അതിൽ നിന്നും കരകയറി പോരത്തില്ല. അത് അവരുടെ ഒരു സ്വഭാവമായി പോയി, അതിൽ നിന്നൊന്നും പെട്ടെന്നൊന്നും കരകയറി പോരുകയല്ല. അപ്പം നമ്മൾ അതിലേക്ക് കൂടുതൽ കിടന്ന് അടിച്ചു പിരിഞ്ഞ ആ ഒരു ഇതിലേക്ക് പോവാതെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും നമ്മുടെ ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അവരെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന രീതിയിൽ അവരുടെ സന്തോഷവും സമാധാനവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും വെക്കാനായിട്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയാണെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് അടിയും കുസ്തിയും ഇതൊക്കെ പിടിച്ചെന്ന് കരുതിക്കൊണ്ട് അവരിട്ട് നേരെയാവാനും പോകത്തില്ല. നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സമാധാനം ഇതെല്ലാം നശിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ദൈവമേ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു ശേഷി തരണമേ, ഇതിൽ നിന്ന് എല്ലാവരും കര കയറ്റാനായിട്ടുള്ളൊരു ശക്തി, ഒരു മനഃശക്തി എനിക്ക് തരണമേ, എല്ലാ കുരിശുകളും ചുമക്കാനായിട്ടുള്ള ഒരു ബലം, ഒരു ശക്തി എൻ്റെ തോളുകൾക്ക് ദൈവം ഇനി തരണമേ. ആ ഒരു രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കിക്കേ. ഓരോ പ്രാവശ്യവും നമ്മൾ തകരുമ്പോൾ, നമ്മുടെ മനസ്സ് തകർന്നടിയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെ ഇതിലും വലിയ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കരുതിയിരിക്കുന്നു. ഇതിലും വലുത് എന്തോ ഒരു നന്മ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതിലും വലിയ എന്തോ ഒരു ഉപയോഗം മറ്റൊരാൾ കൊണ്ട് അതിനു വേണ്ടി ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അതായത് ഗോതമ്പ് മണി, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, അത് അഴുകുന്നതനുസരിച്ചിട്ടാണ് അതിൽ നിന്നും പുതിയ ഗോതമ്പ് ഉണ്ടാകുന്നത്. ഏതൊരു വിത്തും അത് പൊട്ടി മുളച്ച് കഴിയുമ്പോഴാണ്, അത് പൊട്ടിക്കഴിയുമ്പോഴാണ് അതിനകത്ത് നിന്ന് പുതിയൊരു ചെടി വളർന്നു വരുന്നത്. പുതിയൊരു ജീവൻ വളരാൻ വേണ്ടിയിട്ട് ഇതിനെ പൊട്ടിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വയലിൽ മണ്ണ് ഉഴുത് മറിച്ച് പൊട്ടിക്കും, അതിനുശേഷമാണ് അത് ഈ കൃഷി ചെയ്യാൻ ഒരു യോഗ്യമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഓരോ കഷ്ടപ്പാടുകളിലും ദുരിതത്തിലൂടെയും ദൈവം കടത്തി വിടുമ്പോൾ നമ്മളെ അത് ഈ സ്വർണം ഉലയിൽ ഒരുക്കി എടുക്കത്തില്ലേ, ആ ഒരു പ്രോസസ്സ്, അതുപോലെ നമ്മളുടെ മനസ്സിനെ ശക്തമാക്കുന്നതിനും ആ ഒരു രീതിയിലും നമ്മളെ പ്രാപ്തമാക്കി എടുക്കുന്നതാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് ഒരുപാട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ കടന്ന് വന്ന് നിൽക്കുന്നത്
നിൽക്കുന്ന ഒരാളാണ്. ആ സമയത്തൊക്കെ ഞാൻ അയ്യോ ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ലോകത്തെ ഇങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. ഞാൻ അവിടെ തീർന്നു പോയേനെ. ആരും അനാഥരാവും? എൻ്റെ 3 മക്കളും അനാഥരായി പോയേനെ ഇല്ലേ? പക്ഷെ ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ദുഃഖം തരുമ്പോൾ, ദുരിതം തരുമ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോർമലി എല്ലാവർക്കും മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഇതിലും വലുത് എന്തോ ഒരു നല്ല കാര്യം ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് മറ്റാർക്കോ എന്തോ ഉപയോഗമുണ്ട്. ഇതിലും വലിയ എന്തോ ഒരു കാര്യം ദൈവം എന്നെയും കൊണ്ട് സാധിപ്പിക്കാൻ ഉണ്ട് ദൈവത്തിന്. അതിനു വേണ്ടിയിട്ട് എന്നെ ഒരുക്കുകയാണ്, ഉലയിൽ എന്നതുപോലെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അനുഭവം വെച്ചിട്ടാണല്ലോ നമുക്ക് ഓരോന്ന് പറയാൻ പറ്റുക. നമ്മൾ പിടിച്ചു നിൽക്കുക, അതിലൊന്നും പതറിപ്പോവരുത്. മനസ്സിലായോ? അതിലെല്ലാം സമാധാനം കണ്ടെത്താനായിട്ട്, സന്തോഷം കണ്ടെത്താനായിട്ട്, ആ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നല്ലത് മാത്രം വരട്ടെ. ദൈവം നന്മ മാത്രം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം പറയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉപദേശിച്ച് വലിയ സന്യാസിനി ചമയോ ഒന്നും അല്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞതാണ്. കാരണം ഇങ്ങനെ ഈ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞും കൊണ്ട് ഓരോരുത്തരും പറയുമ്പോൾ എന്നെ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നിന്നും കരകയറി വന്ന ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് കരകയറി പോയി എന്നൊന്നുമല്ല പറയുന്നത്. ആ തീരെ താഴെയായിരുന്ന ആ മാനസിക അവസ്ഥയിൽ നിന്നൊക്കെ കുറേയൊക്കെ കയറിപ്പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മറ്റുള്ളവരും എത്തുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ വിഷമിച്ച് അധികം അങ്ങനെ ഇരിക്കാതെ, ഞാൻ പറഞ്ഞു, ഒരു ദിവസത്തെ കൂടുതൽ ഒരു കാരണവശാലും ഒരു വിഷയം വെച്ചുകൊണ്ട് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കരുത്. ആ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും, ഇന്ന് രാത്രിയായി നേരം പുലർന്ന് കഴിയുമ്പോഴത്തേക്കും അത് വിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുക. വാർത്ത വെച്ച് നോക്കിക്കേ, എന്തെങ്കിലും ഒരു ഇഷ്യൂസും വെച്ചുകൊണ്ട് അവർ വർഷങ്ങളോളം അതും വെച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അടുത്ത പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർ ഇതവിടെ ഇട്ടിട്ട് അടുത്തതിൻ്റെ പുറകെ പോകും. ഇത് തന്നെയാണ് നമ്മളുടെ അവസ്ഥ. നാളെ നമുക്ക് ഇതിലും വലിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഓർക്കുകയേ ഉണ്ടാവില്ല. ആ ബോധം നമുക്ക് ഇന്നേ ഉണ്ടാവുക. പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ അത് തരണം ചെയ്യാനായിട്ടുള്ളൊരു മനഃശക്തി, ഒരു മനോബലം തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ധൈര്യസമേതം മുന്നോട്ട് പോവുക. അപ്പം നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.